Hello students, welcome back to Concept Angle Digital Classes. നമ്മൾ ഈ സെഷനിൽ 2020 JEE അഡ്വാൻസ് പേപ്പറിൻ്റെ കെമിസ്ട്രി പേപ്പറിൻ്റെ പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. If the distribution of molecular speeds of a gas is as per the figure given below, then the ratio of most probable, the average and the root mean square speeds respectively is. Okay, and on the x-axis the speed of the molecule is given, and on the y-axis the fraction of molecule is given, and there are 4 options. Clear ആണല്ലോ? അപ്പോൾ നമുക്ക് മോസ്റ്റ് പ്രോബബിൾ സ്പീഡിൻ്റെ കാര്യത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് URMS, that is the speed, RMS velocity is equal to √3RT/m എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Okay, and that is average velocity or speed is equal to √8RT/m എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. And the most probable velocity, most probable is equal to 2RT/m. പക്ഷേ ഈ ഗ്രാഫിൽ, ഈ ഇക്വേഷൻസിൽ the graph is not symmetrical. ഗ്രാഫ് സിമെട്രിക്കൽ അല്ല. ആ ഗ്രാഫ് ഓൾമോസ്റ്റ് ഇങ്ങനെയായിരുന്നു, സിമെട്രിക്കൽ ഗ്രാഫ് അല്ലായിരുന്നു. അതായത് മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷനിൽ ഹിയർ ദ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ദാറ്റ് വാസ് ഇവിടെ 3 വാല്യൂസ്. അത് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, RMS വെലോസിറ്റി, RMS സ്പീഡ്, ഇങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ദ ഗ്രാഫ് ഈസ് സിമെട്രിക്കൽ ആകുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള അതായത് ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്, ഇതിൻ്റെ സിമെട്രിക്കൽ പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആവറേജ് ആയിരിക്കും. ആവറേജ് അല്ലേ? കാരണം എന്താ? ഡ്യൂ ടു സിമെട്രിക്കൽ ഗ്രാഫ് ഗിവൺ ബിലോ ആവറേജ് വിൽ ബി അറ്റ് ദ മിഡിൽ. കാരണം രണ്ടിനെയും കറക്റ്റായിട്ട് 2 പ്രോബബിലിറ്റിയും സെയിം ആവുന്ന, അതായത് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂള് 2 ഭാഗത്തും സെയിം ആവുന്ന രീതിയിൽ, അതാണല്ലോ ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ സെൻട്രൽ പൊസിഷനിൽ വരും. ആൻഡ് ബൈ ഡെഫിനിഷൻ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയോ അതായിട്ട് തന്നെ വരും. കാരണം എന്താ? മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഈസ് ദ വെലോസിറ്റി ഷോൺ ബൈ മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ആണ്. സോ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയോ അതായിട്ട് തന്നെ വരും സിമെട്രിക്കൽ ഗ്രാഫിൽ. അല്ലാത്ത ഗ്രാഫിൽ എങ്ങനെയാണ്? ദിസ് ഈസ് മോസ്റ്റ് പ്രോബബിൾ ഇവിടെ പീക്കിലായിരിക്കും ഉണ്ടാവുക, ആവറേജ് അതിനേക്കാളും താഴെ, RMS അതിനേക്കാളും താഴെ. അപ്പോൾ ഈ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവറേജ് ഇസ് ഇക്വൽ ടു മോസ്റ്റ് പ്രോബബിൾ. ഓക്കെ, ആവറേജ് ഇസ് ഇക്വൽ ടു മോസ്റ്റ് പ്രോബബിൾ. സ്പീഡ് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, ആൻഡ് RMS ഇവിടെ തന്നെ ഉണ്ടാവും. RMS അതായത് സിമെട്രിക്കൽ ഗ്രാഫ് ആകുമ്പോൾ ആവറേജ് സ്പീഡും മോസ്റ്റ് പ്രോബബിൾ സ്പീഡും എന്തായിരിക്കും? സെയിം ആയിട്ട് വരും. ക്ലിയർ ആണല്ലോ? എന്താ RMS സ്പീഡ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ്, ആവറേജ് ഓഫ് സ്ക്വയർ ഓഫ് സ്പീഡ്സ് ആണ്. സ്പീഡിൻ്റെ സ്ക്വയർ ആണ് ആവറേജ് ഓഫ് സ്ക്വയർ ഓഫ് സ്പീഡ്സ് അല്ലേ? RMS വെലോസിറ്റി റൂട്ട് മീൻ സ്ക്വയർ ആണ്. Okay, so obviously URMS is greater than average. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? ഏതായിരിക്കും? ഓപ്ഷൻ will be ഓപ്ഷൻ A is 1:1:1 അല്ല, 1:1:1.224 ആണ്. കാരണം എന്താ? ബിക്കോസ് മോസ്റ്റ് പ്രോബബിൾ ആൻഡ് ആവറേജ് സ്പീഡ്സ് ആർ സെയിം. ഓക്കെ, ഇപ്പോൾ വേറെ കാൽക്കുലേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാണ് ആക്ച്വൽ ഇക്വേഷൻ വെൻ ദ ഗ്രാഫ് ഈസ് നോട്ട് സിമെട്രിക്കൽ. ദിസ് ഇസ് മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ. ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിബറേറ്റ് O2 ഓൺ ഹൈഡ്രോളിസിസ്? ഇവിടെ ഏതൊക്കെ തന്നിരിക്കുന്നത്? ലെഡ് ഓക്സൈഡ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സൂപ്പർ ഓക്സൈഡ് ഓഫ് പൊട്ടാഷ്യം KO2, പെറോക്സൈഡ് ഓഫ് സോഡിയം Na2O2 ആൻഡ് Li2O2. ഓക്കെ, ഇത്രയാണ് തന്നത്. ദാറ്റ് ഈസ് ഓൾസോ എ പെറോക്സൈഡ്, ലിഥിയത്തിൻ്റെ പെറോക്സൈഡ് ആണ്. ഓക്കെ, അതിൽ ഓരോന്നിൻ്റെ റിയാക്ഷൻ, ഇറ്റ്സ് എ ഡാറ്റാ ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് Pb3O4 ആണ്. Pb3O4 റിയാക്ട്സ് വിത്ത് HCl, H2SO4 ആൻഡ് HNO3. ദാറ്റ് മീൻസ് അക്വ സൊല്യൂഷൻ ഓഫ് ആസിഡിൽ ആണ് അവർ റിയാക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അസിഡിക് മീഡിയത്തിലാണ് റിയാക്ട് ചെയ്യുന്നത്. വിത്ത് പ്യുവർ വാട്ടർ that does not have any reaction, no reaction. Okay, and രണ്ടാമത്തത് KO2. ഇത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. പൊട്ടാഷ്യം സൂപ്പർ ഓക്സൈഡ് 2KO2 plus 2H2O gives 2KOH plus H2O2. It's a method of preparation of hydrogen peroxide plus O2. By answer I. This is a single answer type question. Okay. In this session,
All the questions are single answer type question. Next is C, that is sodium peroxide Na2O2 plus 2H2O gives sodium peroxide is basic 2NaOH plus H2O2. Superoxide ആണെങ്കിൽ oxygen ഉണ്ടാവും, peroxide ആണെങ്കിൽ hydrogen peroxide ഉണ്ടാവും. And option D, that's also similar, Li2O2, Na2O2 in the same reaction 2H2O gives 2LiOH plus H2O2. Okay, it's a direct question. Okay, comparatively easier one. Next question. Question number 3. A colorless aqueous solution contained nitrates of two metals X and Y. When it was added to an aqueous solution of NaCl, a white precipitate was formed. This precipitate was found to be partly soluble in hot water to give a residue P and Q, capital P and Q. The residue P was soluble in aqueous NH3 and also in excess sodium thiosulfate. The hot solution Q gave a yellow precipitate with Ki. The metal X and Y respectively are. ഒരുപാട് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. എന്താ? എ കളർലെസ് അക്വസ് സൊല്യൂഷൻ കണ്ടെയ്ൻസ് നൈട്രേറ്റ്സ് ഓഫ് ടു മെറ്റൽസ്. രണ്ട് മെറ്റലുകളുടെ നൈട്രേറ്റുകളാണുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ എക്സ് ആൻഡ് വൈ. വെൻ ഇറ്റ് വാസ് ആഡഡ് ടു എൻ അക്വസ് സൊല്യൂഷൻ ഓഫ് NaCl, അവർ രണ്ടുപേരെയും അക്വസ് സൊല്യൂഷൻ ഓഫ് NaCl-ലേക്ക് ആഡ് ചെയ്തപ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ NaCl ആഡ് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്ന ഒരാളാണ് സിൽവർ അയോൺ AgCl എന്ന് പറയുന്നത്. ലെഡ് ക്ലോറൈഡും വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ലെഡ് ക്ലോറൈഡ് നിങ്ങൾ ഗ്രൂപ്പ് 1-ന്റെ അനാലിസിസ് കാറ്റയോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ HCl ആഡ് ചെയ്യുമ്പോൾ അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, പ്രാക്ടിക്കലിൽ ദിസ് പ്രസിപ്പിറ്റേറ്റ് വാസ് ഫൗണ്ട് ടു ബി പാർട്ട്ലി സൊല്യൂബിൾ ഇൻ ഹോട്ട് വാട്ടർ. ഹോട്ട് വാട്ടറിൽ സൊല്യൂബിൾ ആവുന്നു ടു ഗീവ് എ റെസിഡ്യൂ P ആൻഡ് സൊല്യൂഷൻ Q. ദ റെസിഡ്യൂ P വാസ് സൊല്യൂബിൾ ഇൻ അക്വസ് NH3. അക്വസ് NH3 ആഡ് ചെയ്യുമ്പോൾ എന്ത് റിയാക്ഷൻ? ആൻഡ് ഓൾസോ ഇൻ എക്സസ് സോഡിയം തയോസൾഫേറ്റ്. ദ ഹോട്ട് സൊല്യൂഷൻ ഓഫ് Q ഗീവ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് വിത്ത് Ki. ദ മെറ്റൽ X ആൻഡ് Y റെസ്പെക്റ്റീവ്ലി ആർ. ആക്ച്വലി ഇത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് AgNO3 ആൻഡ് വൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെഡ് നൈട്രേറ്റ് PbNO3 ട്വൈസ്. ആദ്യം പറയുന്നത് when it was added to an aqueous solution of NaCl, a white precipitate was formed എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ആഡ് ചെയ്യാണ് ഏതിലേക്ക്? AgNO3. ഓക്കെ, അത് എക്സ് ആണെങ്കിൽ പ്ലസ് NaCl. നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ പോകുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, ഒന്നെങ്കിൽ ഏജിൻ്റെ നൈട്രേറ്റ്, അല്ലെങ്കിൽ ലെഡിൻ്റെ നൈട്രേറ്റ്, അല്ലെങ്കിൽ കാഡ്മിയത്തിൻ്റെ നൈട്രേറ്റ്, അതല്ലെങ്കിൽ സിങ്കിൻ്റെ നൈട്രേറ്റ്. ഇതാണ് വരിക. അപ്പോൾ AgNO3 പ്ലസ് NaCl ഗീവ്സ് AgCl പ്ലസ് NaNO3. ഓക്കെ, ഇതൊരു സോളിഡ് പ്രസിപ്പിറ്റേറ്റ് ആണ്. സോ ദിസ് ഈസ് P. ഇതാണ് ഉണ്ടാവുന്ന പ്രസിപ്പിറ്റേറ്റ് P എന്ന് പറയുന്നത്. ഓക്കെ, ഈ AgCl-നെ, അതായത് ഇറ്റ് ഫോംസ് ദ റെസിഡ്യൂ P വാസ് സൊല്യൂബിൾ ഇൻ അക്വസ് അമോണിയ ആൻഡ് സോഡിയം തയോസൾഫേറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന റെസിഡ്യൂ ഒന്ന് AgNO3 അവിടെ ഉണ്ടായി, ദാറ്റ് ഈസ് സൊല്യൂബിൾ, ദാറ്റ് ഈസ് വിത്ത് NH3 ആയിട്ടുള്ള റിയാക്ഷൻ നോക്കണം, സോഡിയം തയോസൾഫേറ്റുമായിട്ടുള്ള റിയാക്ഷൻ നോക്കണം. അപ്പോൾ AgCl അതാണല്ലോ P. AgCl with 2NH3 with ammonia gives AgNH3 twice Cl. Okay, that is soluble. It forms a coordination complex. Okay, പിന്നെ ബാക്കി റിയാക്ഷൻസ് എന്തൊക്കെയാണ്? Let me take the eraser. പിന്നെ the same AgCl, that is P, again reacting with the sodium thiosulfate, that is AgCl plus 2Na2S2O3. Again it forms Na3AgS2O3 twice plus NaCl. That also soluble. Coordination complexes are soluble. Okay, പിന്നെ അവിടെ Y ഉണ്ടായിട്ടുണ്ട്. അത് ഏതാ നമ്മൾ കൊടുത്തത്? That is PbNO3 twice. അതിലേക്ക് NaCl ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? It forms PbCl2. Okay, plus 2NaNO3. It is a white precipitate. ആണ്. ഇതാണ് നമുക്ക് ഗ്രൂപ്പ് 1-ൽ കിട്ടുന്നത്. അവിടെ നമ്മൾ AgCl ആയിരുന്നു ആഡ് ചെയ്തിരുന്നത് മാത്രം. ഓക്കെ, ഗ്രൂപ്പ് 2-ൽ കിട്ടുന്നത് ഗ്രൂപ്പ് 1-ൽ കിട്ടുന്നത് ദാറ്റ് ഈസ് സൊല്യൂബിൾ ഇൻ ഹോട്ട് വാട്ടർ. ഈ ലെഡ് ക്ലോറൈഡ് സൊല്യൂബിൾ ഇൻ ഹോട്ട് വാട്ടർ ആണ്. പിന്നെ വേറൊരു കാര്യം എന്താ?
ഈ PbCl2ലേക്ക് നിങ്ങൾ പൊട്ടാഷ്യം അയോഡൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ലെഡ് അയോഡൈഡ് എന്ന് പറയുന്ന യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും, +2 KCl. ഇതും ഹോട്ട് വാട്ടറിൽ ശരിക്കും ഡിസോൾവ് ആവും ആൻഡ് ദെൻ റീ അപ്പിയേഴ്സ് ആസ് ഗോൾഡൻ സ്പാങ്കിൾസ്. പഠിച്ചിട്ടുണ്ടാവും, ഗോൾഡൻ സ്പാങ്കിൾസ് ആയിട്ട് റീ അപ്പിയർ ചെയ്യും. അപ്പം ദ മെറ്റൽ X&Y ഏതാ? മെറ്റൽ X&Y ഈസ് ഓപ്ഷൻ എ, ലെഡ് ആൻഡ് സിൽവർ. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാവുന്ന NaCl ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആരുടെ, അതായത് AgClന്റെ 2 റിയാക്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്. ഒന്ന് സോഡിയം തയോസൾഫേറ്റുമായിട്ടും വേറൊന്ന് അക്വസ് അമോണിയായിട്ട് 2 കോർഡിനേഷൻ കോംപ്ലക്സ് ഉണ്ടാവുന്നു. ലെഡ് നൈട്രേറ്റ് NaCl ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ള ലെഡ് ക്ലോറൈഡ് സൊല്യൂബിൾ ഇൻ ഹോട്ട് വാട്ടർ എന്നൊരു പ്രോപ്പർട്ടി തന്നു, അത് സൊല്യൂബിൾ ആണ്. ആൻഡ് വിത്ത് പൊട്ടാഷ്യം ആഡഡ് ഇറ്റ് ഗീവ്സ് വാട്ട്? ഇറ്റ് ഗീവ്സ് യെല്ലോ ലെഡ് അയോഡൈഡ്, PbI2. Okay, let's move to the next question. It's from organic chemistry. Newman projections P, Q, R and S given below. Okay, which of the following option represent identical molecule? You just go through the options. Okay, options alla avada thanirikkunna structures lude onnu nokka and what is the answer? Which is option? Okay, correct option. അതിൽ ആദ്യത്തത്, the first one, ആദ്യത്തെ മോളിക്യൂൾ എന്ന് പറയുന്നത് ദിസ് വൺ. ആ മോളിക്യൂള് ഞാൻ അതിനെ എഴുതാണ്. ഇവിടെ ഒരു എന്തുണ്ട്? ഒരു ഫ്രണ്ട് കാർബൺ ആണിത്. ലെറ്റ് മീ ടേക്ക് ദ പോയിന്റർ. ദിസ് ഈസ് ദ ഫ്രണ്ട് കാർബൺ. ഇവിടെ ഒരു CH3, ഇവിടെ ഒരു C2H5, ഇവിടെ ഒരു CH3. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫ്രണ്ട് കാർബണിൽ നിന്ന് ഒരു C2H5 ഉണ്ട്, ഒരു CH3 ഉണ്ട്, വേറെ CH3 ഉണ്ട്. ബാക്ക് കാർബണിൽ, റിയർ കാർബണിൽ 2 CH3 ഉണ്ട്, ഒരു OH ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ മോളിക്യൂളിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഐ എം ടേക്കിംഗ് ദിസ് വൺ C2H5, അവിടെ നിന്ന് ഒരു കാർബൺ, അവിടെ നിന്ന് ഒരു CH3, ഇവിടെ നിന്ന് ഒരു CH3. ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് ദിസ് C2H5 that is bonded to a carbon atom and into that carbon atom there are 2 CH3s. Okay, പിന്നെ that is bonded to the rear carbon atom. ആ കാർബൺ ബോണ്ട് ഉണ്ട് റിയർ കാർബൺ ആറ്റം. ആ കാർബൺ ആറ്റത്തിൽ നിന്നും എന്തുണ്ട്? 2 CH3 ഉണ്ട്, ഒരു OH ഉണ്ട്, ഒരു OH ഉണ്ട്, 2 CH3 ആറ്റങ്ങളുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ പേര് കൊടുത്തു നോക്കുക. നിങ്ങൾ അതിൻ്റെ പേരൊന്ന് കൊടുത്തു നോക്ക്. ഞാനിതോടെ പറയാം. ഇവിടെയാണ് നമ്പർ 1, ഫസ്റ്റ് നമ്പർ കൊടുക്കുക. 1, 2, 3, 4, 5 അല്ലേ? അപ്പോൾ എന്താ പറയുക? 1, 2 അല്ലേ? അതിൻ്റെ പേരെന്താ? 2 സെക്കൻഡ് പൊസിഷനിൽ ഒരു മിഥൈലുണ്ട്. ഓക്കെ, 2, 3, 3 ട്രൈമീഥൈൽ പെൻറ്റാൻറ്റുവോൾ. 2, 3, 3 ദിസ് വൺ ഈസ് 2 ഫസ്റ്റ്, അതായത് ആദ്യത്തെ P എന്ന് പറയുന്നത് 2,3,3 ട്രൈമിഥൈൽ പെൻറ്റാൻറ്റുവോൾ ആണ്. പെൻറ്റാൻറ്റുവോൾ ആണ്. ഓക്കെ, ഇനി Q അതേപോലെ നിങ്ങൾ എഴുതി നോക്കാം. Q എഴുതി നോക്കിയാൽ ഇവിടെ ഫ്രണ്ട് കാർബൺ, അവിടെ ഒരു C2H5 ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും C2H5 അവിടെ നിന്ന് അങ്ങോട്ട് ഒരു C, ആ സിയിൽ നിന്നും എന്താ ഉള്ളത്? ആ സിയിൽ നിന്നും ഒരു H ഉണ്ട്, സോ ദാറ്റ് ഈസ് CH. പിന്നെ അവിടെ നിന്ന് എന്തുണ്ട്? CH2 CH3 OH അല്ലേ? അതായത് ഇവിടുന്ന് CH3 OH ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഇനി എന്തുണ്ട്? റിയർ കാർബണിനകത്ത് എടുത്താൽ എന്താണ്? ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു CH2 CH3 ഉണ്ട്. ദാറ്റ് ഈസ് ഹിയർ CH2 CH3 ഉണ്ട്. ഓക്കെ, നമ്പർ കൊടുക്കുക. 1, 2, 3, 4, 5. And what will be the name? That is Q is എന്താ വരിക? 3 ethyl. Okay, 2 methyl, 3 ethyl, 2 methyl pentantuol ആണ്. ഇതിൽ ആരാണ് ഐഡന്റിക്കൽ എന്ന് ചോദിച്ചാൽ, ഐഡന്റിക്കൽ ആണെങ്കിൽ വി ഷുഡ് ഗെറ്റ് ദ സെയിം നെയിം. അതുകൊണ്ട് P യും Q അല്ല എന്ന് വെച്ചാൽ ഓപ്ഷൻ A അല്ല. ക്ലിയർ? ഓക്കെ, ആൻഡ് ഇതേപോലെ നിങ്ങൾ അടുത്തതും ചെയ്താലും നിങ്ങൾക്ക് 6 കിട്ടും. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്താൻ അറിയായിരിക്കും. You will get 3 ethyl, 2 methyl,
pentan 2-ol. Numbering കൊടുത്ത പേര് കൊടുക്കുന്ന പണിയേ ഉള്ളൂ. And you will get S എന്ന് പറയുന്നത് the value is the name is 3-ethyl 2-methyl pentan 3-ol ആണ്. pentan 3-ol. അപ്പോൾ ഐഡന്റിക്കൽ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്? ഐഡന്റിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ക്യൂവിൻ്റെയും ആറിൻ്റെയും നെയിം സെയിം ആണ് അല്ലേ? സോ Q and R ഏതാ? Option C is the answer. Okay. Let's move to the next question. Question number 5. Which of the following structures has the IUPAC name 3-ethanyl 2-hydroxy 4-methyl hex 3-ene-5-enoic acid? 5-enoic അതായത് hexenoic acid ആണ്. ene at the 3rd position and ine triple bond at the 5th position. Okay. ഏതാണ് ഇതിലെ ആൻസർ എന്നാണ്. ഓക്കെ. ആൻഡ് നെയിം കൊടുത്ത് നോക്കിയാൽ മതി. എല്ലാം കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡിൻ്റെ 2nd പൊസിഷനിൽ ഹൈഡ്രോക്സി, പിന്നെ ഏത് പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്? 5th പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട് ആൻഡ് 3rd പൊസിഷനിൽ ഡബിൾ ബോണ്ട്. അത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഇഫ് ദിസ് ഈസ് ദ ഫസ്റ്റ് കാർബൺ, ദിസ് ഈസ് 2nd one, ദിസ് ഈസ് 4th one, 3rd one, ദിസ് ഈസ് 4th one, ഓക്കെ, ദിസ് ഈസ് 5th one ആൻഡ് ദിസ് ഈസ് 6th one. ഓക്കെ. അതായത് നിങ്ങൾക്ക് ഈ സ്ട്രക്ചറിൽ ഇവിടെ ഒരു എന്തുണ്ട്? അയിനുണ്ട്. അയിൻ എന്ന് പറയുന്നത് ഇഥൈനൈലാണ്, അത് സൈഡ് ചെയിൻ ആയിട്ട് വരും. ഇവിടെ എന്തുണ്ട്? ദർ ഈസ് എ മിഥൈൽ ഗ്രൂപ്പ്. ഓക്കെ. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇതിനെ നിങ്ങൾ മാറ്റി എഴുതുകയാണെങ്കിൽ ഇവിടെ ഒരു COOH ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു CH ഉണ്ട്, അവിടെ നിന്നും ഒരു OH ഉണ്ട്, ഇവിടെ ഒരു C ഉണ്ട്. ആ C അതായത് തേർഡ് സിയിൽ നിന്നും ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അവിടെ ഒരു C ഉണ്ട്, അവിടെ നിന്നും ഒരു CH3 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് C ട്രിപ്പിൾ ബോണ്ട് CH ഉണ്ട്, പിന്നെ ഇവിടെ C ട്രിപ്പിൾ ബോണ്ട് CH ഉണ്ട്. ഓക്കെ. ആൻഡ് ഹിയർ ഡബിൾ ബോണ്ട് 1 2 3 4 കറക്റ്റ് ആണ്. സോ 1 2 3 4 5 6 ദിസ് ആൻ XE9. അപ്പോൾ E ഏത് പൊസിഷനിലാണ്? ദാറ്റ് മീൻസ് ഡബിൾ ബോണ്ട് ഏത് പൊസിഷനിലാണ്? ഡബിൾ ബോണ്ട് ഈസ് ഇൻ ദ 3rd പൊസിഷൻ 3-in-5-ine. Okay. And there is a 3-ethynyl 3rd പൊസിഷനിൽ ഒരു ഇഥൈനൈൽ ഗ്രൂപ്പ്, 2nd പൊസിഷനിൽ ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ്, 4th പൊസിഷനിൽ ഒരു മിഥൈൽ ഗ്രൂപ്പ്. കറക്റ്റ്? ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് സെഷൻ, ദാറ്റ് ഈസ് ദ ഫിഷർ പ്രൊജക്ഷൻ ഓഫ് erythros and trios is shown below. Okay. And അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. And D-erythros and its isomer are listed P, Q, R and S in column 1. Choose the correct relationship of P, Q, R and S with D-erythros from column 2. Okay, look into P എടുക്കുക, Q നോക്കുക, R നോക്കുക, S നോക്കുക. I'm just moving to the next page. Okay. അതിൽ ഓരോ മോളിക്യൂൾ എടുത്തിട്ട് അത് ഡയാസ്റ്റീരിയോമർ ആണോ, ഐഡൻറ്റിക്കൽ ആണോ, ഇനാൻഷ്യമർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ. ദാറ്റ് ഈസ് അവിടെ P എന്ന് പറയുന്നത് ഇറ്റ്സ് ഗിവൺ. ഇവിടെ എന്തുണ്ട്? ഒരു CHO ഉണ്ട്. നീഡ് ദ കംപ്ലീറ്റ് പേജ്. ആൻഡ് ഇവിടെ ഡാഷ്ഡ് ലൈനിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ആൻഡ് ഹിയർ വെഡ്ജിൽ എന്തുണ്ട്? OH ഉണ്ട്. ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആൻഡ് ഇവിടെ OH ഉണ്ട്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് H ഇവിടെ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് OH ഉണ്ട്. ദിസ് ഇസ് P. എങ്ങനെയാണ് നമ്മൾ ഈ ഡാഷ് വെഡ്ജ് ഫോർമുലേനെ ഫിഷർ പ്രൊജക്ഷൻ ഫോർമുലയായിട്ട് ചെയ്തത്? അതാണ് ആദ്യത്തെ കൺസേൺ. അതായത് ഒരു ഡാഷ് വെഡ്ജ് ഫോർമുല ഉണ്ടെങ്കിൽ അതിന് ഫിഷർ പ്രൊജക്ഷൻ ഫോർമുലയായിട്ട് എഴുതാൻ അറിയുമെങ്കിൽ ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഈസിയർ. നിങ്ങൾക്കിപ്പോൾ ഒരു ഡാഷ് വെഡ്ജ് ഫോർമുലയുണ്ട്. ഫോർ എക്സാമ്പിൾ അത് ഒന്ന് ക്ലിയർ ആക്കി തന്നിട്ട് ഞാൻ ഇതിലേക്ക് പോകാം. COH, ഇവിടെ ഒരു MECH3 ഉണ്ട്. ഓക്കെ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഹൈഡ്രജൻ ആൻഡ് ഹിയർ ഇൻ ദ വെഡ്ജ് OH. ഓക്കെ. അപ്പോൾ this hydrogen and OH are out of the plane. One is away from the observer and this is towards observer. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഒന്ന് ഇവിടെയാണുള്ളത്. അപ്പോൾ ഈ ഔട്ട് ഓഫ് ദ പ്ലെയിൻ പ്രൊജക്റ്റഡ് ഫ്രം ദ പ്ലെയിൻ ഉള്ളത് നമ്മൾ ഫിഷർ പ്രൊജക്ഷൻ ഫോർമുലയിലും നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. അതിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഉള്ളതാണ് ഹൊറിസോണ്ടൽ ലൈനിൽ. ഓക്കെ. ദിസ് ഈസ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഓക്കെ. ആൻഡ് ദിസ് ഈസ് ഇൻ ദ പ്ലെയിനിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ മോളിക്യൂളിൽ ഇവിടെ H ഉം OH ഉമാണ് എവിടെ വരേണ്ടത്? ഹൊറിസോണ്ടൽ പൊസിഷനിൽ വരേണ്ടത്.
അപ്പോൾ അത് ലെഫ്റ്റിൽ വരണോ റൈറ്റിൽ വരണോ എന്നുള്ളതാണ് അടുത്ത വിഷയം. ഓക്കെ, ലെഫ്റ്റിൽ വരണോ റൈറ്റിൽ വരണോ എന്നുള്ളത്. ഐ വിൽ ടേക്ക് എൻ എക്സാമ്പിൾ. നമ്മളിപ്പോൾ ഇവിടെ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇവിടെ COOH, ഓക്കെ, ആൻഡ് ഹിയർ CH3, ആൻഡ് ഹിയർ വാട്ട്, ഹിയർ ദാറ്റ് ഈസ് OH, ആൻഡ് ഹിയർ ഇൻ ദ ഡാഷ്ഡ് വേർഡ്സ് ദാറ്റ് ഈസ് H. ഓക്കെ, അപ്പോൾ ഇവിടെ ദിസ് ഈസ് ഇൻ ദ പ്ലെയിൻ. അപ്പോൾ ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട്, അവിടെ COH, ഇവിടെ CH3. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. ഇവിടെ OH എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ശരിക്കും അത് 3 ഡയമെൻഷനിൽ നമ്മളിങ്ങനെ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ലെഫ്റ്റിലേക്ക് വരും. ഓക്കെ, എന്ന് വെച്ചാൽ OH ഇപ്പോൾ ഉള്ളത് എന്താണ്, ഈ സൈഡിലേക്കാണ്, റൈറ്റിലേക്കാണ്, ഈ മോളിക്യൂളിൻ്റെ റൈറ്റിലേക്കാണുള്ളത്. അപ്പോൾ OHന് എന്ത് ചെയ്യുക, ലെഫ്റ്റിൽ എഴുതാം, Hന് റൈറ്റിലേക്ക് എഴുതാം. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ മോളിക്യൂളിൽ P എന്ന് പറയുന്ന മോളിക്യൂളിൽ നമുക്ക് എങ്ങനെ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫിഷർ പ്രൊജക്ഷൻ ഫോർമുലയാക്കി എഴുതാൻ പറ്റും. എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിക്കൽ ആണോ ഡയാസ്റ്റീരിയോമർ ആണോ എന്നുള്ളത് ഇറ്റ്സ് വെരി ഈസി. ഞാൻ ഈ മോളിക്യൂളിന് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതിനങ്ങോട്ട് ഇപ്പോൾ ഒറിസോണ്ടലായിട്ടാണ് കിടക്കുന്നത്, ഇതിനെന്ത് ചെയ്യാണ്, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ആക്കുകയാണ്. അപ്പോൾ ഒരൊറ്റ റൊട്ടേഷൻ മൊത്തത്തിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഒറിസോണ്ടലായിട്ട് കിടക്കുന്ന ആളാണ്, ഇങ്ങനെ കിടക്കുന്ന ആളാണ്, അതിനെനിക്ക് ഇങ്ങനെ വേണം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയുള്ളത് ഇങ്ങനെ വേണം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയാണുള്ളത് അതിന് ഇങ്ങനെ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ CHOനെ ഫ്രണ്ടിൽ എഴുതും, CHO, ദിസ് ഗീവ്സ്, ഓക്കെ, CHO ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഇങ്ങനെയുണ്ട്, ഈ ബോണ്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു CH2OH ഉണ്ട്, ആ CH2OH ആണിത്. ഓക്കെ, ഈ CHOൻ്റെ സിയിലേക്കാണ് ബോണ്ട്. CHOൻ്റെ ഏത് പൊസിഷനിൽ, ഇവിടെ ഒരു ഇതിനെ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചാൽ ഈ ഭാഗം എന്ത് വരും, ദാറ്റ് മീൻസ് ദിസ് സൈഡ്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ട് നിർത്തുമ്പോൾ എന്ത് ചെയ്യും, അത് എവിടേക്കാണ് വരിക എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, ദാറ്റ് വിൽ ബി ഹിയർ, OH will come here and H will come here. Which H and which OH? This H and this OH. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലോ, ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ആളെ ഇങ്ങോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്തത്, ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്നു. അപ്പോൾ ഇവരിവിടെ എത്തി, ഇവരോ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അത് ഏത് സൈഡിലുണ്ടാവും, ദാറ്റ് വിൽ ബി ഇൻ ദ അതർ സൈഡ്. ഓക്കെ, ദാറ്റ് വിൽ ബി ഇൻ ദ അതർ സൈഡ്. അവിടെ എന്ത് വരും, ദാറ്റ് ഈസ് ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെ എന്തുണ്ട്, H ഉണ്ട്. ഇതിനെ നമ്മൾ ഫിഷർ പ്രൊജക്ഷൻ ഫോർമുലയാക്കി എഴുതാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഇൻ ദ പ്ലെയിൻ, ദീസ് ആർ ഇൻ ദ പ്ലെയിൻ. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നു, ദാറ്റ് ഈസ് CHO. ഇവിടെ എന്തുണ്ട്, ഈ OH ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണുള്ളത്, അതിനെ റൈറ്റിലേക്ക് എഴുതുക, OH H. ഓക്കെ, ഇവിടെ ഇപ്പോൾ വെഡ്ജിലുള്ളത്, സോളിഡ് വെഡ്ജിലുള്ള H എന്താണ്, ലെഫ്റ്റ് സൈഡിലാണുള്ളത്, സോറി റൈറ്റ് സൈഡിലാണുള്ളത്, ആൻഡ് ദാറ്റ് ഈസ് ലെഫ്റ്റിൽ എഴുതുക. അപ്പോൾ മറ്റേത് ഈ ഭാഗത്ത് CH2OH. ഓക്കെ, അപ്പോൾ ഇവിടെ Q എന്താ, what you got, Q is given, Q is CHO, and here a CH2OH, and in the dashed wedge there is an OH, and in the solid wedge there is H, solid wedge OH, and the dashed wedge H. ഇങ്ങനെയാണുള്ളത്. ഇനി എന്ത് ചെയ്യണം, ഇതിനെങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം, ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ആളെ ഇങ്ങനെ ആക്കണം, എന്ന് വെച്ചാൽ ദിസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ CHO മേലെ പോകും, ആൻഡ് യു വിൽ ഗെറ്റ് CHO. ഓക്കെ, ആൻഡ് ഹിയർ ഇവിടെ CH2OH വരും. ഇവിടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ OH ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ടാവും, Hഉം ലെഫ്റ്റ് സൈഡിലുണ്ടാവും, ബട്ട് ദാറ്റ് ഈസ് ഇൻ ദ സോളിഡ് വെഡ്ജ്. ഓക്കെ, അപ്പോൾ ഇവരെന്താ വരിക, OH ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ടാവും, Hഉം ലെഫ്റ്റ് സൈഡിലുണ്ടാവും. വെൻ യു കൺവേർട്ട് ദിസ് ഇൻ ടു ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല, H ആണ് എന്തൊരു സോളിഡ് വെഡ്ജിലുള്ളത്, ദാറ്റ് ഈസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്, സോ ദാറ്റ് ഷുഡ് ബി ഓൺ ദ റൈറ്റ് സൈഡ്. അപ്പോൾ CHO ഇവിടെയുണ്ട്, ആൻഡ് CH2OH ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ H ആ സൈഡിലേക്ക് പോകണം, H, അപ്പോൾ ഇവിടെ OH, ഇവിടെ OH ആണ് സോളിഡ് വെഡ്ജുള്ളത്, സോ അത് ലെഫ്റ്റിലായതുകൊണ്ട് റൈറ്റിലേക്ക് പോകണം, H. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഗിവൺ സ്ട്രക്ചറിൽ OH രണ്ടും ഒരു സൈഡിലാണ്. ഓക്കെ, ഇതിൽ എരിത്രോസിൽ. അപ്പോൾ ഇതെന്താ, അതിൻ്റെ മിറർ ഇമേജ് അല്ല, ബട്ട് ദർ ഇസ് നോ പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല ഇവിടെ, നോ പ്ലെയിൻ ഓഫ് സിമെട്രി, എലമെൻ്റൽ സിമെട്രി ഒന്നുമില്ല. അതുകൊണ്ട് ഇവരെന്താ, ഡയാസ്റ്റീരിയോമറാണ്.
ഡയാസ്റ്റീരിയോമർ. അപ്പോൾ Q എന്നുള്ളത് ഡയാസ്റ്റീരിയോമർ ആണ്. യു നോട്ട് ഇറ്റ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ടേക്ക് R. R എടുത്തു കഴിഞ്ഞാൽ when you take R, Rൻ്റെ സ്ട്രക്ചർ എന്താ? CHO. ഓക്കെ, OH, ഇവിടെ ഡാഷ്ഡ് വെഡ്ജിൽ H, വെഡ്ജിൽ OH, ഡാഷ്ഡ് വെഡ്ജിൽ H, വെഡ്ജിൽ OH. ഒരേപോലെയാണ് ഇവിടെയും ഇവിടെയുള്ളത്. അത് ഏത് സൈഡിലേക്ക് വരും നോക്കാം. ആൻഡ് ലെറ്റ്സ് റൊട്ടേറ്റ് ഇൻ ദിസ് ഡയറക്ഷൻ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, വെർട്ടിക്കലാക്കുക, ഹൊറിസോണ്ടൽ വെർട്ടിക്കലാക്കുക, ആൻഡ് യു വിൽ ഗെറ്റ് CHO. ഓക്കെ, ആൻഡ് ഇവിടെ CH2OH. ഇതിങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്താൽ ഇവിടെ H, ഇവിടെ OH. ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ H, ഇവിടെ OH. Okay, when you convert that into the Fisher projection formula, CHO in the top position, CH2OH, because both are in the plane. Okay, ഇനി ഇവിടെ OH ആണ് വെഡ്ജിലുള്ളത്, ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡ്. അതിനെ റൈറ്റിലേക്ക് മാറ്റുക. OH, H. OH ആണ് ഫ്രണ്ട് സൈഡിലുള്ളത്, അത് റൈറ്റിലാണുള്ളത്, അതിനെ ലെഫ്റ്റിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് OH, H. അപ്പോൾ നമുക്ക് ക്യൂവിന് എന്ത് കിട്ടിയോ അത് തന്നെയാണ് ആറിനുള്ളത്. ദാറ്റ് മീൻസ് ദീസ് ആർ ഓൾസോ ഡയാസ്റ്റീരിയോമർ. അപ്പോൾ ക്യൂവും ആറും ഡയാസ്റ്റീരിയോമേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ഒരൊറ്റ ഒന്നുകൂടിയുള്ള, അല്ലാണ്ട് തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. ഒന്നും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് എസ് എന്ന് പറയുന്നത്. എസ് എന്താ കിട്ടിയത്? CHO, ഇറ്റ്സ് ഗിവൺ CHO. ഓക്കെ, OH, ഇവിടെ ഡാഷ്ഡ് വെഡ്ജിൽ OH, വെഡ്ജിൽ H, ഇൻ വെഡ്ജ് H, ഡാഷ്ഡ് വെഡ്ജ് OH. ഇങ്ങനെയാണുള്ളത്. വെൻ യു കൺവേർട്ട് ദിസ്, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? CHO. ഓക്കെ, ഇവിടെ CH2OH ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഈ പൊസിഷനിൽ ഇതിന് നമ്മൾ ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താൽ ഈ OH എന്താ ഇവിടെ ഉണ്ടാവും, ഈ ഭാഗത്ത് തന്നെ ഉണ്ടാവുക. ഇവിടെ എന്തുണ്ട്? OH ഉണ്ട്, വെഡ്ജിൽ H ഉണ്ട്. അപ്പോൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഇവിടെ ഡാഷ്ഡ് വെഡ്ജിൽ OH, വെഡ്ജിൽ H. ഓക്കെ, വെൻ യു കൺവേർട്ട് ദിസ് ഇൻ ടു ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല, വെർട്ടിക്കൽ പൊസിഷനിൽ പ്ലെയിനിലുള്ള CHOയും CH2OH. ഇവിടെ വെഡ്ജ് പൊസിഷനിൽ H ആണുള്ളത്, അത് ലെഫ്റ്റ് സൈഡിലാണ്. സോ ദാറ്റ് ഈസ് ഇൻ ടു റൈറ്റ് സൈഡ്. OH ഇവിടെ വെഡ്ജ് പൊസിഷനിൽ H ആണുള്ളത്, ദാറ്റ് ഈസ് ഇൻ ടു ദ റൈറ്റ് സൈഡ്. ലെഫ്റ്റിലാണുള്ളത്, റൈറ്റിലേക്ക് OH. അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ സ്ട്രക്ചർ എരിത്രോസ് എന്ന് പറയുന്നത് CHO, H, OH. തന്നിരിക്കുന്ന സ്ട്രക്ചർ H, OH, CH2OH ആണ്. ഇതിൻ്റെ മിറർ ഇമേജ് ആണിത്. സോ ദീസ് ആർ ഇനാൻഷ്യോമേഴ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയതിൽ P എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സ്ട്രക്ചറുമായിട്ട് ഐഡൻറ്റിക്കലാണ്. Q ആൻഡ് R എന്താണ്? ദാറ്റ് ഈസ് ഡയാസ്റ്റീരിയോമേഴ്സ്. ആൻഡ് S ഈസ് ഇനാൻഷ്യോമർ. ഓക്കെ, അപ്പോൾ വിച്ച് വിൽ ബി ദ ഓപ്ഷൻ? നിങ്ങൾ ഓപ്ഷൻ ഏതാ നോക്കാം. അപ്പോൾ ഇവിടെ P2 എന്ന് പറയുന്ന ഐഡൻറ്റിക്കൽ, Q is diastereomer, R is diastereomer, and S is enantiomer. So option C is the answer. Okay. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് JEE Advanced 2020 നിങ്ങളുടെ പേപ്പർ 1 പാർട്ട് 1 ഉള്ളത്. Okay, the other part we'll discuss in the next sessions. Thank you.